ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് +1 മാത്തമാറ്റിക്സിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് അതിൽ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ ഓരോ പാർട്ടിലും ഓരോ ക്വസ്റ്റ്യൻ വൈസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് 1 + 3 + 3 സ്ക്വയർ + etc. + 3 raised to n minus 1 is equal to 3 raised to n minus 1 divided by 2. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദ ഫോളോയിങ് ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മളിത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് P(n) കൊടുക്കുക. അതായത് P(n) such that 1 + 3 + 3 square + etc. + 3 raised to n minus 1 is equal to 3 raised to n minus 1 divided by 2. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് P(n) എന്ന് കൊടുത്തു. ഇനി P(n) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ n-ന് എന്ത് വാല്യൂ കൊടുക്കുക? n-ന് 1 എന്ന വാല്യൂ കൊടുക്കുക. അതായത് n = 1 കൊടുക്കുമ്പോൾ ആദ്യം എന്ത് കാണുക? P(1) കാണുക. അപ്പോൾ P(1) കാണാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ടേമിനെ എടുത്ത് എഴുതുക. അതായിരിക്കും P(1) എന്ന് പറയുക. ഏത് കേസിൽ? LHSലെ കേസിൽ. അല്ലെങ്കിൽ നമുക്കിവിടെ LHSലെ ഏറ്റവും ലാസ്റ്റ് ടേം ആയിട്ടുള്ളതിൽ n-ന് 1 എന്ന വാല്യൂ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ LHSലെ ഫസ്റ്റ് ടേം 1 ആണ്. ഒന്നെങ്കിൽ അത് തന്നെ എടുക്കുക, നമുക്ക് അത് തന്നെയാണ് ആൻസർ വരിക. ഇനി അല്ല 3 raised to n minus 1 എന്നത് എടുക്കുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഇപ്പോൾ 3 raised to n minus 1 ദാറ്റ് ഈസ് 3 raised to n-ന് 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ 1 minus 1 is equal to 3 raised to 0 എന്ന് വരും. അപ്പോൾ 3 raised to 0 അല്ലെങ്കിൽ 3 നോട്ട് എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ട് LHS നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ RHS കാണണം. ഓക്കെ, ഇതിൻ്റെ RHS പറഞ്ഞിരിക്കുന്നത് 3 raised to n minus 1 divided by 2 എന്നാണ്. അപ്പോൾ 3 raised to n, n-ന് 1 വാല്യൂ കൊടുക്കുമ്പോൾ 3 raised to 1 minus 1 divided by 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3 raised to 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 minus 1 divided by 2 ദാറ്റ് ഈസ് 2/2 is equal to 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് LHSലും 1 തന്നെ കിട്ടി, RHSലും 1 തന്നെയാണ് കിട്ടിയത്. ദാറ്റ് ഈസ് LHS is equal to RHS. Therefore, P(1) is true. അപ്പം P(1) ട്രൂ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ P(1) ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനല്ല, ടോട്ടലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിനി അടുത്തതായിട്ട് എന്താണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് പ്രകാരം അസ്യൂം ചെയ്യുന്നു അല്ലേ? അസ്യൂം ദാറ്റ് P(k) is true. P(k) എന്ന് പറയുന്നത് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്താക്കി എഴുതണം? P(n) എന്ന സ്ഥാനത്ത് നമ്മൾ P(k) കൊടുക്കുക. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? P(k) such that 1 + 3 + 3 square + etc. + 3 raised to n minus 1 എന്ന് പറയുന്നത് k minus 1 ആകും. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 raised to k minus 1 divided by 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ P(k) എന്ന് പറയുന്നത് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? P(k + 1) ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. We want to prove that P(k + 1) is true. P(k + 1) എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിനി P(k + 1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന LHSലും RHSലും P(k)യിൽ k + 1 കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? P(k + 1) such that 1 + 3 + 3 square
എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 is equal to 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നമുക്കതിലെ LHS നമ്മൾ എടുത്തെഴുതുകയാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 എന്ന് കിട്ടും. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് പ്രകാരം എന്താണ് ചെയ്യേണ്ടത്? ഇതിന് തൊട്ട് മുമ്പ് വരുന്ന നമ്പർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് എഴുതുക. മീൻസ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ നമുക്ക് എടുത്തെഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഇതിന് തൊട്ട് മുമ്പ് വരുന്ന നമ്പർ ആയിരിക്കും നമുക്ക് എവിടെ ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു നമ്പർ. അപ്പോൾ ആ ഒരു നമ്പർ എടുത്ത് എഴുതിയാൽ മതി. ഇപ്പോൾ 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. നമ്മൾ LHS ആണ്. ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് ഇനി എന്താ വരിക? 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 റേസ് ടു കെ എന്ന് മാത്രമേ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി നോക്കൂ, 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 എന്ന് പറയുന്ന ഇത് നമുക്ക് എവിടെ ലഭിച്ചിട്ടുണ്ട്? നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ ആണല്ലേ. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 എന്ന അതേ വാല്യൂസ് ആണ്, LHS ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 3 റേസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പം നമ്മൾ ഇവിടെയും എന്ത് ചെയ്യുന്നു? അതേ വാല്യൂ എടുത്ത് ആ സ്ഥാനത്ത് എഴുതുന്നു. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 3 റേസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ദെൻ ഇവിടെ ബാക്കിയുള്ള ഈ പ്ലസും 3 റേസ് ടു കെയും അതുപോലെ കൊടുത്തു. ഓക്കെ, അപ്പം 3 റേസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 റേസ് ടു കെ എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3 റേസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 റേസ് ടു കെ എന്നാണ്. ഇനി നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്താണ് വാല്യൂ വരിക? 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ ഇൻറ്റു 2. അപ്പം 3 റേസ് ടു കെ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ മൈനസ് 1നെയും ഞാൻ ഈ പ്ലസിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ മൈനസ് 1നെ ഞാൻ ഈ സൈഡിലേക്ക്, ഈക്വൽ ടു സൈൻ്റെ ഈ സൈഡിലേക്കല്ല, മൈനസ് 1 ഈ പ്ലസിൻ്റെ അപ്പുറത്തേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. അപ്പോൾ സൈനിന് ഒരു ഡിഫറൻസും ഉണ്ടാവില്ല, പക്ഷെ പ്ലേസ് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 റേസ് ടു കെ പ്ലസ് 3 റേസ് ടു കെ ഇൻറ്റു 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഞാനിവിടെ നോക്കുമ്പോൾ എനിക്കിവിടെ 3 ടേംസ് കാണാം. 3 റേസ് ടു കെ എന്നൊരു ടേം ഉണ്ട്, 3 റേസ് ടു കെ ഇൻറ്റു 2 എന്ന് വേറൊരു ടേം ഉണ്ട്, 1 എന്ന് പറയുന്ന വേറൊരു ടേം ഉണ്ട്. ഈ ടേമിനെ എല്ലാം ഇങ്ങനെ ഓരോന്ന് വേർതിരിക്കാനായിട്ട് ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്. ഡിവൈഡഡ് ബൈ 2 എന്നാണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുക. ഇനി ഞാനിവിടെ 3 ടേം ഉണ്ട്. അതിൽ ആദ്യം കാണുന്ന 2 ടേം 3 റേസ് ടു കെയിൽ നിന്നും 3 റേസ് ടു കെ ഇൻറ്റു 2 എന്നതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് വരുന്നതിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 3 റേസ് ടു കെ ആണ്. അപ്പോൾ 3 റേസ് ടു കെനെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ഇവിടെ 3 റേസ് ടു കെനെ എടുത്തു കഴിഞ്ഞു. സോ ബാക്കി വരുന്നത് 1 ആണ്. ദെൻ 1 പ്ലസ് ഇവിടെ ബാക്കിയുള്ളത് ഒരു 2 ആണ് ഡിവൈഡഡ് ബൈ 2. പിന്നെ ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, ആ മൈനസ് 1 കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിനി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരിക 3 റേസ് ടു കെ ഇൻറ്റു 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് ലഭിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, 3 റേസ് ടു കെ ഇൻറ്റു 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, നമ്മളിപ്പോൾ വെറുതെ ഒരു നമ്പർ എഴുതുവാണെങ്കിൽ സാധാരണ പോലെ ഒരു നാച്ചുറൽ നമ്പർ എഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 6 എന്നൊരു നമ്പർ എടുക്കുന്നു. 6 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 6 റേസ് ടു 1 അല്ലേ? ഇപ്പോൾ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 6 ഇൻറ്റു 6 എന്നാണ്. 6 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ വെറും 6 എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ 3നെ ഞാൻ 3 റേസ് ടു 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നോക്കൂ, 3 റേസ് ടു കെ ഇൻറ്റു 3 റേസ് ടു 1 ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന ഫോമിൽ നമുക്ക് കിട്ടണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കുണ്ടാവുക?
3 into 3 minus 1 divided by 2 നമുക്ക് 3 plus 1, ബിക്കോസ് ഇവിടെ എടുത്തിരിക്കുന്നത് a, ദാറ്റ് മീൻസ് ഇവിടെ 3 രണ്ട് ഈക്വൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ 3 into 3 എന്ന് പറയുമ്പോൾ 3 plus 1 minus 1 divided by 2 എന്ന് നമുക്ക് ലഭിക്കും. ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഫോം ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഫോമിന് തുല്യമാണല്ലോ. അതായത് അതായത് പി ഓഫ് കെ പ്ലസ് 1, പിക്ക് നമ്മൾ k+1 എന്ന വാല്യൂ കൊടുത്തതിന് തുല്യമായിട്ട് ലഭിച്ചു. അതായത് നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് LHS ആണ്. അപ്പോൾ LHSൽ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 3k+1 minus 1 divided by 2 എന്ന് പറയുക. ഇനി RHS നോക്കുവാണെങ്കിൽ RHS നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ 3n-1 divided by 2 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുക. അതിൽ n-ന് നമ്മൾ എന്ത് കൊടുത്തു? k+1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? 3k+1 minus 1 divided by 2 എന്ന് കിട്ടും. നോക്കൂ, ഇവിടെ നമുക്ക് LHSൽ കിട്ടിയിരിക്കുന്ന വാല്യൂവും RHSൽ കിട്ടിയിരിക്കുന്ന വാല്യൂവും സെയിം അല്ലേ? ദാറ്റ് ഈസ് LHS is equal to RHS എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് എന്തും കൂടെ പറയാം? therefore P of k+1 is true എന്ന് നമുക്ക് പറയാൻ കഴിയും. അറ്റ് ലാസ്റ്റ് ഫൈനലി അപ്പോൾ നമ്മളിപ്പോൾ ഇത് പ്രൂവ് ചെയ്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മളിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഫൈനലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എന്തും കൊണ്ട് എഴുതുക? ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all natural numbers. അപ്പം ഇങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഉണ്ടാവുക. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്ത സ്റ്റെപ്സ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഇതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് ഈ സ്റ്റെപ്സ് വളരെ ക്ലിയർ ആയിട്ട് അറിയുക. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിന് P of n എന്നത് കൊടുക്കുന്നു. ദെൻ n-ന് 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ P of 1 അത് LHSും RHSും ഈക്വലായി കിട്ടുമ്പോൾ P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയും. ദെൻ P of k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത് കഴിഞ്ഞ് P of k+1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ LHS ടോട്ടലി ചെയ്ത് ഒരു ആൻസറിലേക്ക് എത്തുന്നു. ദെൻ അത് RHSനോട് ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് P of k+1 ട്രൂ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടലി പ്രൂവ് ആണ് എന്ന് നമുക്ക് പറയാം, ട്രൂ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഓക്കെ, അറ്റ് ഫൈനലി നമ്മൾ ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all natural numbers എന്ന് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രൂവ് ചെയ്തത് വളരെ എഫക്റ്റീവ് ആകാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് വളരെയധികം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ താങ്ക്